ഹായ് ഗായ്സ്, നിങ്ങളുടെ അടുത്തൊരു ഐഫോൺ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാം. ബിക്കോസ് ഞാൻ ഇവിടെ ഒരു 5 സെറ്റിങ്സിനെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ പോവാണ്. അത് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ഈ സെറ്റിങ്സ്, പക്ഷേ നല്ല യൂസ്ഫുൾ ആയ സെറ്റിങ്സ് ആണ്. എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഞാനൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ജനറലി ഞാൻ ഇവിടെ ആൻഡ്രോയിഡിൻ്റെ വീഡിയോസാണ് ഉണ്ടാക്കാറ്. ഐഫോണിൻ്റെ വീഡിയോസ് അത് ഞാൻ ഇടാറില്ല. പിന്നെ നമുക്ക് ഐഫോണിൻ്റെ വീഡിയോസ് കുറച്ചുകൂടി കാണണമെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിലും താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സെറ്റിങ്സ് നോക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഐഫോണിൽ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോൾ 100% വോള്യൂം ഇൻക്രീസ് ചെയ്ത് വെച്ചാലും നമുക്ക് സൗണ്ട് കുറവായി തോന്നുകയാണെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിക്കിൽ പോവുക. മ്യൂസിക്കിൽ പോയി കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരുമ്പോൾ ഈക്യു ഉണ്ടാവും. ഈക്വലൈസിൽ അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഓഫായിട്ടാവും കിടക്കുന്നുണ്ടാവുക. അതിൽ ലേറ്റ് നൈറ്റ് സെലക്ട് ചെയ്യുക. ലേറ്റ് നൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും ആ സെയിം പാട്ടോ അല്ലെങ്കിൽ ആ സെയിം മൂവി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. സൗണ്ട് ഇൻക്രീസ് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഐഫോണിൽ 80% ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് 80% വരെയും ചാർജ് ചെയ്താൽ ബാറ്ററി ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല 80% ആയോ ഇല്ല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷോർട്ട് കട്ട്സിൽ പോവുക. ഷോർട്ട് കട്ട്സിൽ പോയിട്ട് ഇവിടെ ഓട്ടോമേഷൻ ഉണ്ടാവും. ഓട്ടോമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ഓട്ടോമേഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ബാറ്ററി ലെവൽ എന്നുണ്ടാവും. ബാറ്ററി ലെവലിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽസ് ടു ഇവിടെ 80 ആക്കുക. കണ്ടില്ലേ, ഈക്വൽസ് ടു 80 ആക്കുക. അത് കഴിഞ്ഞിട്ട് റൺ ഇമീഡിയറ്റ്ലി ക്ലിക്ക് ചെയ്യുക. നോട്ടിഫൈ ആൻഡ് റണ്ണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ന്യൂ ബ്ലാങ്ക് ഓട്ടോമേഷൻ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആഡ് ആക്ഷൻ ഉണ്ടാവും. ആഡ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്പീക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. SPAK സ്പീക്ക് ടൈപ്പ് ചെയ്തിട്ട് സ്പീക്ക് ടെക്സ്റ്റ് എന്ന് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടെക്സ്റ്റിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതുക. ഇപ്പം ഞാൻ എൻ്റെ അനുസരിച്ചാണ് എഴുതുന്നത്. ബാറ്ററി ഈസ് അറ്റ് 80% ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കുക. ഡണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ 80% ആയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇതിൽ 80% ആയി എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് നോക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നും ചെയ്യേണ്ട. നമുക്ക് സിംപ്ലി ഹേ സിരി റീസ്റ്റാർട്ട് മൈ ഫോൺ, റീസ്റ്റാർട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ട്രിക്ക് നോക്കാന്ന് വെച്ചാൽ, ഇതൊരു റീസ്റ്റാർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ്. പക്ഷേ ഈ റീസ്റ്റാർട്ട് ഒരു വ്യത്യാസമുണ്ട്. ഇതിനാണ് ഫോഴ്സ് റീസ്റ്റാർട്ട് എന്ന് പറയുക. ഇപ്പോൾ ഈ ഫോഴ്സ് റീസ്റ്റാർട്ട് നമ്മൾ എപ്പോഴാണ് ചെയ്യുക, നമ്മുടെ ഫോണിൽ വലിയ ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് ഫോണിൽ നന്നായിട്ട് ലാഗ് ഉണ്ട്, ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ 90% സോൾവ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വോള്യൂം അപ്പ് ബട്ടൺ, വോള്യൂം ഡൗൺ ബട്ടൺ ആൻഡ് പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വോള്യൂം അപ്പ് ബട്ടൺ, വോള്യൂം ഡൗൺ ബട്ടൺ, പവർ ബട്ടണിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ സ്ലൈഡ് ടു പവർ ഓഫ് കാണാണ്ടല്ലോ, അത് റീസ്റ്റാർട്ട് ആവണമായിരിക്കും. നമുക്ക് ഈ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റീസ്റ്റാർട്ട് ഇപ്പോൾ ആവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ റീസ്റ്റാർട്ട് നമുക്ക് ഫോഴ്സായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വല്ലതും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന് ആ പ്രശ്നം സോൾവ് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ വല്ലതും പ്രശ്നം ഉണ്ടെങ്കിൽ. അഞ്ചാമത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ബാറ്ററി ഹെൽത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, ബാറ്ററിയിൽ പോവുക, പിന്നെ ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്ങിൽ പോവുക. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫോണിൽ 87% ആണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കത്തെ റീഡിങ്സ് അല്ല. അപ്പോൾ ശരിക്കത്തെ റീഡിങ് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് സഫാരിയിൽ പോവുക. സഫാരിയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക ഐഫോൺ ബാറ്ററി ഷോർട്ട് കട്ട്. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഷോർട്ട് കട്ട് വരും, മീൻസ് രണ്ടാമത്തെ വെബ്സൈറ്റ് വരും, ഷോർട്ട് കട്ട് ചെക്ക് യുവർ ഐഫോൺ ബാറ്ററി. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ പോയിട്ട് നമുക്ക് കയറാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ദ ലിങ്ക് ടു ഡൗൺലോഡ് അവർ സിരി ഷോർട്ട് കട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഷോർട്ട് കട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ആ ഷോർട്ട് കട്ട് വരും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യണില്ല. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകൂടി സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട്
നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ പോയിട്ട് താഴത്തേക്ക് വരും. അപ്പോൾ അനലറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഷെയർ ഐഫോൺ അനലറ്റിക്സ് ഓൺ ആയിരിക്കണം, എന്നാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ചിലവരെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി ഇത് ഓഫാക്കി വയ്ക്കും. ഇത് ഓഫാക്കി വെക്കേണ്ട ആവശ്യമില്ല, ഇത് ഓണാക്കിയിരിക്കണം, എന്നാലാണ് നമുക്ക് ശരിക്കും ബാറ്ററിയുടെ ഹെൽത്ത് എത്രയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അനലറ്റിക്സ് സ്റ്റാർട്ടിൽ പോകും. അനലറ്റിക്സ് സ്റ്റാർട്ടിൽ പോയിട്ട് ലേറ്റസ്റ്റ് ഡേറ്റ് പോകും. ആദ്യത്തെ ഇത് കാണുന്നത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളൊരു ഷോർട്ട് കട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബാറ്ററി സ്റ്റാറ്റസിൻ്റെ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ശരിക്കത്തെ ബാറ്ററി ഹെൽത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 84% ആണ്. അവിടെ നോക്കിയപ്പോൾ 87% ആണ് കാണിച്ചു തരുന്നത്, പക്ഷേ 84% ആണ് ഉള്ളത്. ഓക്കെ. പിന്നെ സൈക്കിൾ കൗണ്ട് 490, നോമിനൽ ചാർജ് കപ്പാസിറ്റി 2445, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരിക്കത്തെ ബാറ്ററി ഹെൽത്ത് നോക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു 5 ഫീച്ചേഴ്സ് എബൌട്ട് ഐഫോൺ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.